സംസ്ഥാനത്ത് വേനൽ മഴ കനക്കുന്നു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യത. കനത്ത ചൂടിൽ വെന്തുരുകുകയായിരുന്ന സംസ്ഥാനത്തിന് ആശ്വാസമേകി വീണ്ടും വേനൽ മഴ സജീവമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് രൂപപ്പെട്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് തെക്കൻ മധ്യ കേരളത്തിലെ 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കും. അതോടൊപ്പം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ മികച്ച വേനൽ മഴ ലഭിച്ചിരുന്നു. ഫെബ്രുവരി പകുതിയോടെ തന്നെ കനത്ത ചൂട് അനുഭവപ്പെട്ടു തുടങ്ങിയ സാഹചര്യത്തിൽ ഈ വേനൽ മഴ കാർഷിക മേഖലയ്ക്കും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങൾക്കും വലിയ ആശ്വാസമായാണ് മാറിയിരിക്കുന്നത്. റബ്ബർ, കുരുമുളക്, ഏലം തുടങ്ങിയ നാണ്യവിളകൾക്ക് ഈ മഴ വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നാണ് കർഷകരുടെ പ്രതീക്ഷ. എന്നിരുന്നാലും കൊയ്ത്തിന് പാകമായ നെൽകൃഷിയുള്ള പ്രദേശങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തുന്ന ശക്തമായ മഴ നാശനഷ്ടങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. അതേസമയം വേനൽ മഴയോടൊപ്പം അതിശക്തമായ ഇടിമിന്നലിന് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഴ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇടിമിന്നൽ ആരംഭിക്കാൻ സാധ്യതയുള്ളതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സുരക്ഷിതമായ കെട്ടിടങ്ങൾക്ക് ഉള്ളിലേക്ക് മാറാൻ ശ്രദ്ധിക്കണം. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കുന്നതും ജലാശയങ്ങളിൽ ഇറങ്ങുന്നതും വലിയ മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണം. ശക്തമായ കാറ്റിൽ മരച്ചില്ലകൾ ഒടിഞ്ഞു വീഴാനും വൈദ്യുതി പോസ്റ്റുകൾ തകരാനുള്ള സാധ്യതയുള്ളതിനാൽ കാൽനട യാത്രക്കാരും വാഹനമോടിക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.